ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. വൃദ്ധസദനത്തിൽ നിന്നും സത്യാമ്മയും രാഘവേട്ടനെയും വിഷ്ണു വന്ന് വിളിച്ചോണ്ട് പോകാൻ ഒരുങ്ങുമ്പോൾ സത്യാമ്മ ചോദിക്കുന്നു, നിൽക്ക്, എവിടേക്കാ? സത്യാമ്മയുടെ ആ അഹങ്കാരത്തോടുള്ള ചോദ്യത്തിന് വിഷ്ണു പറയുക, ഞാൻ എവിടെയാണോ അവിടേക്ക്. നിന്റെ അച്ഛ വീട്ടിൽ വന്ന് കിടക്കാൻ ഞങ്ങളെ കിട്ടില്ല, ഞങ്ങൾ എവിടെയെങ്കിലും ആശ്രമത്തിൽ പൊയ്ക്കോളാം. വിഷ്ണു അതിന് പറയുക, പ്രായമായ മക്കളുണ്ടെങ്കിൽ എവിടെയും പ്രവേശനം കിട്ടില്ല. ഇത്രയൊക്കെ ആയിട്ടും സത്യഭാമയുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. എവിടെങ്കിലും തലചായ്ക്കാൻ ഒരു ഇടം കിട്ടണമെന്നല്ല, എങ്കിൽ ഞങ്ങൾ വല്ല കടത്തിണ്ണയിലും കിടന്നോളാം. എന്നാലും നിന്റെ ഭാര്യ വീട്ടിൽ വന്ന് ഞങ്ങൾ അന്തി ഉറങ്ങുമെന്ന് നീ കരുതുകയേ വേണ്ട. വളരെയധികം സങ്കടത്തോടെ തൊണ്ടയിടറിക്കൊണ്ട് വിഷ്ണു രാഘവേട്ടനോട് ചോദിക്കുക, അച്ഛൻ എന്താ പറയുന്നത്? അമ്മയുടെ അഭിപ്രായം തന്നെയാണോ? ഒന്നും പറയാനാവാതെ രാഘവേട്ടൻ ഇങ്ങനെ സത്യഭാമയെ തന്നെ നോക്കുവാണ്. രാഘവേട്ടൻ്റെ മനസ്സിലുമുണ്ട്, ഇത്രയൊക്കെ ആയിട്ട് ഇവിടെ അഹങ്കാരം കുറഞ്ഞില്ലല്ലോ എന്ന്. അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തത്? അമ്മയുടെ തീരുമാനം തന്നെയാണോ അച്ഛനും? എടാ മോനെ, നിന്റെ അമ്മ അങ്ങനെ പറയുമ്പോൾ പാവം രാഘവേട്ടൻ എന്ത് പറയാന്? താലി കെട്ടിയ ഭാര്യയെ അവിടെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ രാഘവേട്ടന് കഴിയില്ലല്ലോ. വിഷ്ണു പൊട്ടിക്കരഞ്ഞുകൊണ്ട്, വിഷ്ണുവിൻ്റെ നിയന്ത്രണം വിട്ട് വിഷ്ണു പൊട്ടിക്കരയുവാണ്. എന്നിട്ട് പറയുക, അച്ഛൻ ഈ വൃദ്ധസദനത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നതും അച്ഛൻ്റെ ഈ മൗനം തന്നെയാണ്. അച്ഛനറിയാവോ, നമ്മുടെ വീട് നഷ്ടപ്പെട്ടതും എല്ലാം തന്നെ അച്ഛൻ്റെ മൗനം തന്നെയാണ് കാരണം. അച്ഛനെന്ന അമ്മയോട് കർശനമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ വീട് നഷ്ടപ്പെടില്ലായിരുന്നു. അച്ഛൻ എഴുന്നേക്ക്, നമുക്കിനി ഇവിടെ ഇരിക്കണ്ട. അച്ഛൻ എഴുന്നേക്ക്, നമുക്ക് പോകാം എന്ന് വിഷ്ണു പറയുമ്പോഴും രാഘവേട്ടൻ ഭാമയെ തന്നെ നോക്കി ഇങ്ങനെ വിഷമിക്കുവാണ്. വാ ഭാമേ, നമ്മുടെ മോനോടൊപ്പം പോകാം. രാഘവേട്ടന് പോകണമെന്നുണ്ടെങ്കിൽ ഇവനോടൊപ്പം പൊയ്ക്കോ, പക്ഷെ ഞാൻ വരില്ല ഇവൻ്റെ അച്ചി വീട്ടിലേക്ക്. വിഷ്ണുവിന് ദേഷ്യവും സങ്കടവും വരുന്നു. ഭാമയോട് ചോദിക്കുക, അമ്മയെ ഞാൻ എൻ്റെ ഭാര്യ വീട്ടിലോട്ടാണ് ക്ഷണിക്കുന്നതെന്ന് അമ്മയ്ക്ക് എങ്ങനെ പറയാൻ പറ്റും? അമ്മ അപ്പോൾ എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? പറയമ്മേ, ഞാനൊരു വീടെടുത്തിട്ടുണ്ട്. അവിടേക്കാണ് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും ക്ഷണിക്കുന്നത്. അവിടുന്ന് നിങ്ങളെ ആരും ഇറക്കി വിടത്തില്ല. നിങ്ങളെ അങ്ങനെ പെരുവഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ എനിക്ക് പറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അമ്മ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതിൻ്റെ ഇരട്ടി ഞാൻ അമ്മയെ സ്നേഹിക്കുന്നുണ്ടമ്മേ. അതെൻ്റെ അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. വിഷ്ണു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ സത്യഭാമയുടെ മനസ്സങ്ങ് ഇളകുവാണ്. സത്യഭാമയും കരയുന്നുണ്ട്. അമ്മേ, നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നതേ ഞാൻ വാടകയ്ക്കെടുത്ത വീട്ടിലേക്കാ. ഈ വൃദ്ധസദനത്തിലോ കടത്തിണ്ണയിലോ അന്തി ഉറങ്ങേണ്ടവരല്ല എൻ്റെ അച്ഛനും അമ്മയും. ഇനി ഇതിനെല്ലാത്തിനും കൂടെ അങ്ങനെ ഒരു കാഴ്ച എനിക്ക് കാണേണ്ടി വന്നാൽ പിന്നെ ഞാനില്ല. വീട് നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ മരിച്ചു കിടക്കുന്നതും കാണേണ്ടി വരും. അത് കേട്ടിട്ട് രാഘവേട്ടൻ എൻ്റെ മോനേന്നും പറഞ്ഞ് പൊട്ടിക്കരയുവാണ്. ഇനിയെങ്കിലും എന്നെ സങ്കടപ്പെടുത്തരുതെന്നൊന്ന് പറയച്ചാ. രാഘവേട്ടൻ വിഷ്ണുവിനോട് ചോദിക്കുന്നു, എടാ മോനെ, അപ്പോൾ നീ വാടകയ്ക്ക് വീടെടുത്തല്ലേ? പിന്നെ നമുക്ക് താമസിക്കണ്ടേ? നമുക്ക് വല്ലതും കഴിക്കണ്ടേ? ഞാൻ സത്യഭാമയുടെയും രാഘവൻ നായരുടെയും മകനാ. എനിക്കങ്ങനെ അഭിമാനം വിട്ട് ഭാര്യ വീട്ടിൽ പോയി നിൽക്കേണ്ട കാര്യമില്ല. വിഷ്ണു അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ സത്യഭാമയുടെ മുഖത്തൊരു ചെറിയ ഒരു ആശ്വാസം. ഭാമേ, അവൻ പറയുന്ന കേക്ക്. അവൻ പറയുന്നതാ ശരി. അവൻ്റെ ഭാര്യ ഇപ്പോൾ കൂടെ ഇല്ലല്ലോ. അപ്പോഴവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതാരാ? നീയാണ്. നീ തന്നെയാണ് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടതും. നീ അങ്ങനല്ലേ അവനെ വളർത്തിയത്? അതുതന്നല്ലേ നീ ആഗ്രഹിക്കുന്നതും? ഭാമേ, ഞാൻ ഏതായാലും എൻ്റെ മോൻ്റെ കൂടെ പോവുക എന്നും പറഞ്ഞ് രാഘവേട്ടൻ അങ്ങ് എഴുന്നേൽക്കുവാണ്. ഭാമേ, നീ വരുന്നെങ്കിൽ വാ. വിഷ്ണു പറയുക, അമ്മേ, ആരോടാ അമ്മ ഇനി ഈ വാശി? അമ്മയുടെ ഈ മോനോടാണോ അമ്മേ വാശി? അമ്മ എന്നെ ഇടയ്ക്ക് ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട്. മാതാ, പിതാ, ഗുരു, ദൈവമെന്ന് എൻ്റെ കണ്ണിൽ ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാണ് എൻ്റെ അച്ഛനും അമ്മയും. എൻ്റെ നെഞ്ചിലല്ലമ്മേ അമ്മ എന്ന പേര് പച്ച കുത്തിയിരിക്കുന്നത്, എൻ്റെ മനസ്സിലാ. പക്ഷേ അതെൻ്റെ അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ലെന്ന് മാത്രം. ഒന്ന് എഴുന്നേറ്റ് വാമ്മേ, അമ്മയുടെ വിഷ്ണു അല്ലേ അമ്മയെ വിളിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ അത്രയും നേരം അടക്കി വെച്ചിരുന്ന ആ സങ്കടമൊക്കെ അങ്ങോട്ട് ഒഴുകി പെട്ടെന്ന് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുവാണ്. അങ്ങനെ വിഷ്ണു രാഘവേട്ടനെയും സത്യഭാമയും കൊണ്ട് അവിടുന്ന് പുറപ്പെടുവാണ്. സുബേറിക്കയുടെ പഴയ വീട് സുബേറിക്ക ആൾക്കാരെ വെച്ചിങ്ങോട്ട് ക്ലീൻ ചെയ്യുവാണ്. അപ്പോൾ വിഷ്ണു ബൈക്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛനും അമ്മയും വന്നില്ലേ വിഷ്ണു? അവർ വരുന്നുണ്ട്. ഒരു ഓട്ടോറിക്ഷയിൽ രാഘവേട്ടനും സത്യാമ്മയും കൂടെ അങ്ങോട്ട് വന്നിറങ്ങി. സത്യാമ്മ കൃഷ്ണ ഭഗവാന്റെ പ്രതിമ ഇങ്ങനെ മാറോടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് വരുന്നത്. ഇതാണ് സുബേറിക്ക പറയുക, ഇത് ഞങ്ങളുടെ തറവാടാ. പാപ്പ വെച്ച വീടാ. ബാപ്പയുടെ ഉമ്മയുടെ ഓർമ്മകൾ നിൽക്കുന്ന ഈ വീട് പൊളിച്ചു കളയാൻ മനസ്സ് വരുന്നില്ല. വിഷ്ണു വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് പണിക്കാരെ വെച്ചതും ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നതും. അതുകൊണ്ട് അല്പസ്വല്പ പോരായ്മകളൊക്കെ കണ്ടേക്കും. അയ്യോ എൻ്റെ സുബേർക്ക, ഇത് തന്നെ ഒരു വലിയ കാര്യമല്ലയോ?
ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് എനിക്ക് എൻ്റെ ഇക്കായെ വിളിക്കാൻ തോന്നിയത്. അതേതായാലും എനിക്കൊരു വലിയ ഉപകാരമായി. സുബൈർക്ക പറയുക, കയറിക്കിടക്കാൻ ഒരു വീടില്ലാതെ വരുന്ന അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഇതൊക്കെ പടച്ചോൻ്റെ ഓരോ കളികളല്ലേ. ഈ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി കോടതിയിൽ നിന്ന് നോട്ടീസ് വരെ പതിച്ചതാ. അതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ സഹായിച്ചത് വിഷ്ണുവിൻ്റെ അമ്മയാ. ഈ സത്യാമ്മ എന്നെ ഓർക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ജപ്തിയുടെ കാര്യം പറഞ്ഞ് ഞാൻ പണം ചോദിച്ചപ്പോൾ മുന്നും പിന്നും നോക്കാതെ സത്യാമ്മ എനിക്ക് പണം തന്നതുകൊണ്ടാണ് ഈ വീട് എനിക്ക് നഷ്ടപ്പെടാതിരുന്നത്. പടച്ചോൻ്റെ ഓരോ കളികളെ എനിക്കിങ്ങനെ പ്രത്യുപകാരം ചെയ്യേണ്ടി വരുമെന്ന് ഒടേതമ്പുരാൻ നേരത്തെ മനസ്സിലാക്കി കാണും. നന്മ ചെയ്യുന്നവന് തിരിച്ചൊരു നന്മ ചെയ്യാൻ വേണ്ടി ഞാനൊരു വഴിയായെന്ന് മാത്രം. അത് കേട്ടിട്ട് സത്യാമ്മ പറയാ, അതങ്ങനെയാ. ഒരാപത്ത് വരുമ്പോൾ ഈശ്വരൻ ഏതെങ്കിലുമൊക്കെ ഒരു രൂപത്തിൽ വന്ന് നമ്മളെ സഹായിക്കും. നമ്മൾ ചെയ്യുന്നത് പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ലെങ്കിലും അത് പിന്നീട് നമുക്ക് 100 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും. രാഘവേട്ടൻ പറയുക, ഞങ്ങൾക്ക് നിങ്ങൾ ആരാണെന്ന് അറിയില്ല, പക്ഷേ നിങ്ങളിപ്പം ഞങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നതേ ആ പടച്ചോൻ്റെ സ്ഥാനത്താണ്. എല്ലാം നഷ്ടപ്പെട്ടവന് ഈശ്വരൻ തരുന്ന ഒരു കച്ചിത്തുരുമ്പ്. വിഷ്ണു രാഘവേട്ടനോട് പറയാം, അച്ഛാ, ഞാൻ ഈ ഇക്കയുടെ ലോറിയിലാണ് പോകുന്നത്. എനിക്ക് കുറച്ച് ലോറികളുണ്ട്, കുറേ അധികം ആൾക്കാർക്ക് ജോലിയും കൊടുക്കുന്നുണ്ട്. എല്ലാം തകർന്ന നിലയിൽ രക്ഷപ്പെടാനായിട്ട് എടുത്ത ലോറിക്ക് അഡ്വാൻസ് തന്നതും ഈ സത്യാമ്മയാണ്. അപ്പോഴങ്ങോട്ട് സുബൈർക്കയുടെ മകൾ നൂർജഹാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നൂർജഹാൻ നല്ല പുഞ്ചിരിയോടെ ഐശ്വര്യത്തോടാണ് വരുന്നത്. ആഹാ, എല്ലാവരും എത്തിയോ? സുബൈർക്ക പറയുക, ഇതെൻ്റെ മോളാണ് നൂർജഹാൻ. എന്നേക്കാൾ കൂടുതൽ വലിയ സഹായമായിരിക്കും ഇവളെ കൊണ്ട് നിങ്ങൾക്ക്. ഇവളാണ് ഈ ചെടികളൊക്കെ ഇങ്ങനെ ഒരുക്കിയത്. സത്യാമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 100 എന്നൊരു വിളി വിളിച്ചാൽ മതി. 100 സ്പീഡിൽ ഇവിടെ ഇങ്ങെത്തും. എന്നാൽ പിന്നെ വിഷ്ണു, ഞാൻ ഇറങ്ങട്ടെ. ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും ഈ 100 പറഞ്ഞാൽ മതി കേട്ടോ. വിഷ്ണു, നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിച്ചിരിക്കാനാണെങ്കിൽ ഈ ഭൂമിയിൽ പിന്നെ നമുക്ക് അതിനേ നേരം കാണൂ. എന്നാൽ തിരിച്ചു പിടിക്കാമെന്നുള്ള ആത്മവിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ ഈ നഷ്ടങ്ങളെല്ലാം നമുക്ക് നേട്ടങ്ങളാക്കി മാറ്റാൻ കഴിയും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ ഞാൻ തന്നെയാണ്. എന്നാൽ ഞാൻ വരട്ടെ വിഷ്ണു, എല്ലാം ശരിയാകും. അല്ലെങ്കിൽ നമുക്ക് ശരിയാക്കാടോ വിഷ്ണു. നൂർജഹാൻ പറയുക, അതെ, പുതിയ വീട്ടിലേക്കുള്ള വരവല്ലേ, പാല് കാച്ചി തന്നെ നമുക്കങ്ങ് തുടങ്ങിയേക്കാം. ഒരു പാല് കാച്ചിന് വേണ്ട എല്ലാ സാധന സാമഗ്രികളും ഞാൻ അകത്തങ്ങ് ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇനി പഴയതൊക്കെ അങ്ങോട്ട് മറന്നിട്ട് വലത് കാലെടുത്ത് വെച്ച് എല്ലാവരും അകത്തോട്ട് ഇങ്ങോട്ട് പോരെ. ഇനി ഓർക്കേണ്ടതെല്ലാം പുതിയ കാര്യങ്ങളായിരിക്കണം. നിങ്ങളിവിടെ തുടങ്ങുന്നത് ഒരു പുതിയ ജീവിതമായിരിക്കണം. ഇത്രയൊക്കെ ആയിട്ടും സത്യാമ്മയ്ക്ക് കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ട് കേട്ടോ. സത്യാമ്മ ഇങ്ങനെ മടിച്ചു നിൽക്കുക. വിഷ്ണു, അമ്മേ വാമ്മേ വാ എന്നും പറഞ്ഞ് അകത്തോട്ട് വിളിച്ചോണ്ട് പോവുകയാണ്. സത്യാമ്മ നൂർജഹാനോട് പറയുക, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സ്വന്തമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നത് ദാണ്ട് ഇവരെ മാത്രമാണ് എന്നും പറഞ്ഞ് ഭഗവാന്റെ പ്രതിമയാണ് കാണിക്കുന്നത്. ഇതങ്ങനെ ഉപേക്ഷിച്ച് പോരാൻ തോന്നിയില്ല. ഇതിപ്പോ എവിടെയാ മോളെ ഒന്ന് വെക്കുന്നത്? ഭഗവാനെ വെക്കാനല്ലേ. ഞങ്ങളുടെ ഉപ്പായും ഉമ്മയും എല്ലാം നിസ്കരിച്ചതാണ്ട് ഇവിടെയാണ്. രാഘവേട്ടൻ പറയുക, ഈശ്വരൻ പലർക്കും പലതാണെങ്കിലും വിളി കേൾക്കുന്ന ഒരൊറ്റ ആള് തന്നെ മോളെ. ആ ഒരേ ഒരു ശക്തിയിലാ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് തന്നെ. ആ ശക്തിയെ നമ്മൾ ഓരോ പേര് കൊടുത്ത് പൂജിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ നിസ്കരിക്കുന്നു, ഞങ്ങൾ നമസ്കരിക്കുന്നു. എല്ലാം ചെന്ന് എത്തുന്നത് ഒരാളില. നൂർജഹാൻ പറയോ, എനിക്ക് എല്ലാ മതങ്ങളും ഇഷ്ടമാണ്. എല്ലാ ദൈവങ്ങളും ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ നന്മയാണല്ലോ. അപ്പോൾ പിന്നെ നമ്മളെന്തിനാ ദൈവങ്ങളെ വേർതിരിച്ച് കാണുന്നത്? സത്യാമ്മയ്ക്ക് നൂർജഹാനെ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. സത്യാമ്മ പറയുക, മോളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഞങ്ങളോടൊപ്പം കൂടുന്ന ആളാണെന്ന്. എല്ലാ കാര്യങ്ങളിലും നല്ല അറിവുണ്ടെങ്കിലേ ഇങ്ങനെ വ്യക്തമായിട്ട് സംസാരിക്കാൻ പറ്റൂ. അങ്ങനെ നൂർജഹാൻ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുന്നു സത്യാമ്മയുടെ കൃഷ്ണ ഭഗവാനെ വെക്കാനായിട്ട്. അപ്പോഴേക്കും വിഷ്ണു പുറത്തുപോയി ഒരു നിലവിളക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. സത്യാമ്മയുടെ കൃഷ്ണ വിഗ്രഹത്തിനൊരു ചെറിയ പൊട്ടല്. അത് കണ്ടിട്ട് സത്യാമ്മ, അയ്യോ, വീട്ടിലുള്ള വിഗ്രഹങ്ങൾക്ക് കേടുപാടുണ്ടാകുന്നത് ആ വീട്ടിലുള്ളവർക്ക് കഷ്ടകാലം വരുമ്പോഴാന്നാ പറയുന്നത്. അത് കേട്ടിട്ട് രാഘവേട്ടൻ പറയാ, ഇനി എന്ത് കഷ്ടകാലം വരാനാ ഫാമേ? ഉണ്ടായിരുന്നതെല്ലാം തച്ചുടച്ച് കൂടും കുടുക്കുകയെടുത്ത് രായ്ക്ക് രാമായണം ഇറങ്ങിയതല്ലേ. മുന്നോട്ടിനി എങ്ങനെ ജീവിക്കണമെന്നും അറിയില്ല. ഇതിൽ കൂടുതൽ നമുക്കിനി എന്തോ വരാനാ? ഭൂമിയോളം താന്നാൽ പിന്നെ പോകാൻ പാതാളവേ ഉള്ളു. ഇനി ഉള്ള സ്ഥലത്ത് ഉള്ളതുപോലെ ശിഷ്ടകാലം ജീവിച്ചങ്ങ് പോകാം. ഇനി ഒരു വീടെന്ന സ്വപ്നമൊന്നും എനിക്കില്ല. അതിനുള്ള പാങ്ങും എനിക്കില്ല. 100 പറയുക, അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ. ഈ വീട്ടിലിരുന്ന എൻ്റെ ബാപ്പച്ചിക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കിയത്. എൻ്റെ ചെറുപ്പത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോഴെല്ലാം ബാപ്പച്ചി പറയാറുണ്ട്, ഒരു സമയമുണ്ട്, സമയം. അതുപോലൊരു സമയം വരും, അപ്പോഴെല്ലാം മാറുമെന്നേ. നിങ്ങൾക്ക് ഇനിയും ഒരു സ്വന്തമായിട്ട് വീടുണ്ടാകും.
അതിൽ താമസിക്കാനും കഴിയും. എന്നാൽ ഇനി ഞാൻ അപ്പുറത്തോട്ട് ചെല്ലട്ടെ, കുറെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടേ. സത്യാമ്മ പറയുക, നല്ല ഗുരുത്വമുള്ള കുട്ടിയാ. ഇത്രയ്ക്ക് സ്നേഹമുള്ള കുട്ടികളെ ഒന്നും ഈ വന്ന കാലത്ത് മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല. എൻ്റെ ദൈവമേ, ഈ സത്യഭാമ ഇനി വിഷ്ണുവിന് വേണ്ടി ഈ പെണ്ണിനെ ആലോചിക്കുമോയെന്നറിയില്ല. വിഷ്ണു പറയുന്ന അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ കുട്ടിയെ വിളിച്ചാൽ മതി, ഈ കുട്ടി വേണ്ടതൊക്കെ അമ്മയ്ക്ക് വന്ന് ചെയ്തു തന്നോളും. എന്നാൽ ഞാൻ പോയിട്ട് വരാച്ച. അല്ല, നീ ഇതിനെ എങ്ങോട്ട് പോന്ന്? സത്യഭാമ ചോദിക്കുക. സത്യഭാമയ്ക്ക് പേടി ശാലിനിയുടെ അടുത്തോട്ടെങ്ങാണോ ആണോ പോകുന്നതെന്ന്. അത് ഞാൻ ജോലിക്ക് പോകുന്ന കാര്യം പറഞ്ഞില്ലേ, ആ സുബേറിക്കയുടെ ലോറിയിലാ എനിക്ക് പണി. അല്ല, അതിന് ലോറിയിൽ നിനക്കെന്തുവാ പണി? ഞാൻ ആ ലോറിയുടെ ഡ്രൈവറാ. ആ ബന്ധം കൊണ്ടാ സുബേർക്ക് നമുക്ക് ഈ വീടൊക്കെ പെട്ടെന്ന് ശരിയാക്കി തന്നതുമല്ല. സത്യഭാമയ്ക്ക് അതങ്ങോട്ട് ഒട്ടും സഹിക്കുന്നില്ല. തൻ്റെ മകൻ ലോറി ഡ്രൈവറോ? രാഘവേട്ടൻ പറയുക, എടാ ലോറി എങ്കിൽ ലോറി, അങ്ങനെയെങ്കിലും ഒരു പണിയാകുമല്ലോ. അല്ലെങ്കിലും ഇനി കഴിയാൻ പറമ്പിൽ നിന്ന് ആദായമൊന്നും ഇല്ലല്ലോ, അപ്പോൾ പണിയെടുത്ത് തന്നെ കഴിയണം. അതിന് രാഘവേട്ട ഈ ലോറി ഡ്രൈവറുടെ പണിയൊക്കെയാണോ തിരഞ്ഞെടുക്കേണ്ടത്? കണ്ടവന്മാരെ പോലെ സത്യാമ്മയുടെ മോനെ ലോറി ഡ്രൈവറോ? അയ്യോ, എനിക്ക് ഓർക്കാൻ പോലും വയ്യ. രാഘവേട്ടൻ അത് കേട്ടിട്ട് ദേഷ്യം വരുക. തിന്നുന്നത് എരന്ന്, എന്നിട്ട് അഭിമാനത്തിനൊരു കുറവുമില്ല. ഇന്നവർക്ക് ഇന്ന ജോലി ആകാവൂ എന്നൊന്നുമില്ല, ഏത് ജോലിയും അന്തസ്സായിട്ട് എടുക്കാം. അവൻ പോന്നതേ പിടിച്ചു പറിക്കാനും ഗുണ്ടാപ്പണിക്കും ഒന്നും അല്ലല്ലോ. അതൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഇതത്ര മോശപ്പെട്ട ജോലിയൊന്നും അല്ല. സത്യഭാമ ആകെ വിഷമിച്ച് തലകുനിങ്ങനെ നിൽക്കുവാണ്. അത് കണ്ടിട്ട് വിഷ്ണു പറയുക, അമ്മേ, അമ്മയുടെ മകൻ ഒരു ജോലിക്കായിട്ടേ അമ്മ സഹായിച്ച പലരുടെ അടുത്ത് പോയി ചോദിച്ച്, പക്ഷെ ആരും എന്നെ സഹായിച്ചില്ല. അവസാനം എന്താ ഈ ഇക്കയാണ് എന്നെ സഹായിച്ചത്. ഞാൻ ഈ ജോലിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. രാഘവേട്ടൻ പറയാ, എടാ മോനെ, നീ പറഞ്ഞു ശരി തന്നെയാടാ, നിന്റെ തീരുമാനവും നല്ലത് തന്നെ. വേണ്ട, ഭാമ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട. രാഘവേട്ട, എന്നാലും നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും. സത്യഭാമ ഇങ്ങനെ പറയുകയും രാഘവേട്ടൻ ചാടി അങ്ങ് എഴുന്നേക്കുവാണ്. എന്നിട്ട്, ഭാമേ, നീ ഇനി അങ്ങനെ ഒരു ഒറ്റ അക്ഷരം വേണ്ടി പോകരുത്. അതൊക്കെ നമ്മുടെ പഴയ വീടിൻ്റെ വാതക്കൽ ഞാൻ കുഴിച്ചിട്ട് എന്നിട്ടാ രാഘവൻ നായർ ആ പടിയിറങ്ങിയത്. നീയും ഇനി അങ്ങനെ തന്നെ വേണം, കുഴിച്ചു മൂടണം നിന്റെ അഹന്തയും ആഭിജാത്യവും എല്ലാം. ഇതൊന്നും കലത്തിലിട്ട് വേവിച്ചാലേ ചോറൊന്നും ആകത്തില്ല ഭാമേ. ചോറാകണമെങ്കിലേ അധ്വാനിക്കുക തന്നെ വേണം. ഡാ, നീ നിന്റെ ജോലിക്ക് പോയിട്ട് വാടാ എന്നിങ്ങനെ അധികാരത്തോടെ നമ്മുടെ രാഘവേട്ടൻ പറയുവാണ്. ഇനി നമ്മൾ ജീവിക്കാൻ പോകുന്നതേ നീ കൊണ്ടുവരുന്ന കാശ് കൊണ്ടാ. അഭിമാനത്തോടെ നമുക്ക് ആ ഭക്ഷണം കഴിക്കാം. അതിന് സൗകര്യമുള്ള ആൾക്കാരൊക്കെ അത് കഴിച്ചാൽ മതി. ഇത്രയൊക്കെ അതപ്പതിച്ചിട്ടും എൻ്റെ ഭാമയെ ഒരല്പം പോലും കുറഞ്ഞില്ലല്ലോ നിന്റെ ഈ അഹന്തയും അഹങ്കാരവും അഹംഭാവവും ഒക്കെ. ഇനി ഈ സ്വഭാവം കൊണ്ടാ നീ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഇനി നിന്നോടൊപ്പം ആരും കാണത്തില്ല. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ. ഈ വീട് കിട്ടിയത് തന്നെ ഭാഗ്യം. അപ്പോൾ ഫ്രണ്ട്സ്, നാടും വീടും സകല സ്വത്തുവകകളും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ രാഘവേട്ടന് കുറച്ച് തൻ്റെ ഇടമൊക്കെ വന്നത്. അപ്പോൾ ഈ തൻ്റെ ഇടം കൊണ്ട് ഇനി എങ്ങനെയാണ് അവർ മുന്നോട്ട് പോകുന്നതെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.